ഹായ് കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പച്ചക്കറികളുടെ പേരുകൾ മലയാളത്തിൽ പറയുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പച്ചക്കറികളുടെ പേര് മലയാളത്തിൽ പറയാൻ പഠിച്ചാലോ? കൂട്ടുകാരെല്ലാം പച്ചക്കറികളുടെ പേര് പഠിക്കാൻ തയ്യാറല്ലേ? എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. ഇതാണ് പച്ചമുളക്. പച്ചമുളകിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രീൻ ചില്ലി എന്ന് പറയും. പച്ചമുളകിന് നല്ല എരിവാണ്. പല നിറത്തിലുള്ള മുളകുകളുണ്ട്. അടുത്തതായി ഉരുളക്കിഴങ്ങ്. ഇതിനെ പൊട്ടാറ്റോ എന്ന് പറയും. ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലാണ് വളരുന്നത്. നാം കറികളിൽ ധാരാളമായി ചേർക്കുന്നു. തക്കാളി, ടൊമാറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയും. കറികൾക്ക് രുചി കൂട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പാവയ്ക്ക ബിറ്റർ ഗാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നല്ല കയ്പാണെങ്കിലും വൈറ്റമിൻസിന്റെ കലവറയാണ് പാവയ്ക്ക. ക്യാരറ്റ് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമല്ലേ? മണ്ണിനടിയിൽ വളരുന്ന മറ്റൊരു പച്ചക്കറിയാണ് ക്യാരറ്റ്. ബ്രൊക്കോളി പച്ച നിറത്തിലുള്ള ഒരു പച്ചക്കറിയാണ്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി കൂടിയാണ് ബ്രൊക്കോളി. കൂട്ടുകാരെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണേ. മല്ലിയില ഇംഗ്ലീഷിൽ കൊറിയാൻഡർ ലീവ്സ് എന്ന് പറയും. കറികൾക്ക് സുഗന്ധവും സ്വാദും കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. വഴുതനങ്ങ ബ്രിഞ്ചാൾ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമല്ലേ? ചോളം കോൺ. കൂട്ടുകാർക്കെല്ലാം പോപ്കോൺ ഇഷ്ടമല്ലേ? സവാള ഒണിയൻ. സവാള അരിയുമ്പോൾ കരയാറുണ്ട് അല്ലേ? ബീട്രൂട്ട് ചുവന്ന നിറത്തിലുള്ള മറ്റൊരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ഇഞ്ചി ജിഞ്ചർ എന്ന് പറയും. അടുത്തത് വെളുത്തുള്ളി, ഗാർലിക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അടുത്ത പച്ചക്കറിയാണ് പടവലം, സ്നേക്ക് ഗാർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് അടുത്ത പച്ചക്കറി ഏതാണെന്ന് നോക്കിയാലോ? മത്തങ്ങ, പംകിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ധാരാളം വിഭവങ്ങൾ മത്തങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം.